നദിക്കരയിലെ തെങ്ങിന്മേലൊരു ബഹളം. ബഹളം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, കൊട്ടത്തെങ്ങയാണ്. അമ്മ തെങ്ങിനോടാണ് വഴക്ക്. കാര്യം ഇതാണ്, അവനിപ്പോൾ കല്യാണം കഴിക്കണം. നിനക്ക് പ്രായമായിട്ടില്ല മോനെ, ഇനിയും സമയമുണ്ട്, അമ്മ തെങ്ങ് പറഞ്ഞു. ഇപ്പൊ തന്നെ മൂത്ത് നരച്ച് കൊട്ടത്തെങ്ങയായി. ഇനിയും നിങ്ങൾ എന്നെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ വല്ല പനന്തെങ്ങയുടെയും കൂടെ ഇറങ്ങിപ്പോകും. പിന്നെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് പറഞ്ഞേക്കരുത്. ബഹളം കേട്ട് നദിപ്പെണ്ണ വിഷയത്തിൽ ഇടപെട്ടു. കൊട്ടത്തേങ്ങയെ, നീ അമ്മ പറയുന്നത് കേൾക്ക്. നിനക്ക് മൂപ്പെത്തിയിട്ടില്ല, നീ ചെറുപ്പമാണ്, നദിപ്പെണ്ണു പറഞ്ഞു. അതെന്താ ഇപ്പം അങ്ങനൊരു ടോക്കെന്നല്ലേ? അവിടെയാണ് ടിസ്റ്റ്. വെള്ളക്കായിരുന്ന പ്രായം തൊട്ട് നദി അവനെ സ്നേഹിക്കുന്നതാണ്. അവൻ വളർന്ന് വലിയ തേങ്ങ ആകുന്നതും ഒടുവിൽ മൂത്ത് വിളഞ്ഞ് ഞെട്ടറ്റ് തൻ്റെ ആഴങ്ങളിലേക്ക് വീഴുന്നതും തൻ്റെ ഓളപ്പരപ്പിൽ അവനെ ഉയർത്തിയെടുത്ത് ഒഴുകുന്നതും ഒക്കെ സ്വപ്നം കണ്ടാണ് അവൾ ജീവിച്ചത്. ദേ പെണ്ണെ, നീ നിന്റെ കാര്യം നോക്ക്. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിലൊന്നും നീ തലയിടേണ്ട. കൊട്ടത്തേങ്ങയ്ക്ക് അരിശം പൂണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു മഴക്കാലത്ത് കോരിച്ചൊരിയുന്ന ഇടിയിലും മഴയിലും കൊട്ടത്തേങ്ങ പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു കാറ്റാഞ്ഞു വീശി കൊട്ടത്തേങ്ങ പുതുന്ന് നദിയിലേക്ക് വീണു. പിറ്റേ ദിവസം കാറ്റും കോളും ശാന്തമായപ്പോഴാണ് കൊട്ടത്തേങ്ങയ്ക്ക് ബോധം വന്നത്. നോക്കുമ്പോൾ നദി അവനെ വലയം ചെയ്ത് സൂക്ഷിച്ചു പിടിച്ചിരിക്കുന്നു. കൊട്ടത്തേങ്ങയ്ക്ക് അപ്പോഴാണ് അവളുടെ സ്നേഹം മനസ്സിലായത്. പിന്നീടുള്ള കാലം കൊട്ടത്തേങ്ങ നദിയുടെ ഓളങ്ങളിൽ നദിയെ പ്രണയിച്ചുകൊണ്ട് അങ്ങനെ ഒഴുകി നടന്നു. അങ്ങനെ ദിവസങ്ങളോളം ഒഴുകി നടന്ന കൊട്ടത്തേങ്ങ ഒരു പുതുജീവൻ കൊടുക്കാൻ സമയമായപ്പോൾ നദി അവനെ ഒരു കരയിലേക്ക് നീക്കിയിട്ടു. അവൻ അവിടെ മുളച്ചു വളർന്നു വന്നു. അവൻ്റെ വളർച്ചയിലുടനീളം അവൾ അവന് താങ്ങും തണലുമായി. ഒടുവിൽ കൊട്ടത്തേങ്ങ ഒരു വലിയ തെങ്ങായി വളർന്ന് പുതിയ ഒരുപാട് തേങ്ങകൾക്ക് ജന്മം കൊടുത്തു. പിന്നീട് മൂത്ത് വിളഞ്ഞപ്പോൾ ആ തേങ്ങകളെയൊക്കെയും നദി അവളുടെ ഓളപ്പരപ്പിൽ അങ്ങനെ ഒഴുക്കിക്കൊണ്ട് നടന്നു. നാം നദിയുടെ ഓളപ്പരപ്പിൽ കാണുന്ന തേങ്ങകളൊക്കെ നദിയുടെ കുഞ്ഞുങ്ങളാണത്രേ. ഹലോ ഗൈസ്, കഥ ഇഷ്ടമായോ? എൻ്റെ മിനിയേച്ചർ കോക്കനട്ട് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.